Hello guys, so welcome back to another episode of my YouTube channel. അപ്പോൾ എല്ലാവർക്കും ഹലോ. അപ്പോൾ ഇന്ന് ഡിസംബർ 31 ആണ് കേട്ടോ. ഡിസംബർ 31 എന്ന് പറയുമ്പോൾ പൊതുവേ ഞങ്ങൾക്ക് കൊച്ചിക്കാർക്ക് എന്ന് പറയുമ്പോൾ 31 മിസ് ചെയ്തിട്ടൊരു പരിപാടിയില്ല. ഈ ഇന്ത്യ മഹാരാജ്യത്ത് എവിടെയാണെങ്കിലും ഞാൻ ഡിസംബർ 31 നാട്ടിൽ കൊച്ചിയിലുണ്ടാവും. എനിക്ക് ഡിസംബർ 31 എന്ന് പറയുന്നത് ഒരു വികാരമാണ്. കാരണം ഞങ്ങളുടെ കൊച്ചിയിൽ ഞങ്ങൾ കുഞ്ഞിലേ മുതൽ എൻ്റെ ഓർമ്മ വെച്ചൊരു ടൈം മുതൽ നമ്മൾ കൊച്ചിയിൽ വന്നിട്ട് അതായത് എപ്പോഴും നമ്മൾ 31 ആഘോഷിക്കും, ന്യൂ ഇയർ ആഘോഷിക്കും, അങ്ങനെയാണ്. പക്ഷേ കാർണിവൽ, അതായത് ജാനുവരി 1 കാർണിവലൊന്നും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പക്ഷേ എന്നാലും പോട്ടോ, മിസ് ചെയ്യാറില്ല. പക്ഷേ 31 എന്ന് പറയുന്നത് ഞങ്ങളുടെ ക്രിസ്മസ് ട്രീയും ഞങ്ങളുടെ പപ്പാനിയും ഞങ്ങളുടെ ലൈറ്റും അതൊക്കെ ഒരു വികാരമാണ് ഞങ്ങൾക്ക്. അപ്പോൾ ഇന്ന് ഡിസംബർ 31 ആണ്. അപ്പോൾ ഞങ്ങളിന്ന് കുറച്ച് മുമ്പ് ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേ ഇറങ്ങുള്ളൂ. അപ്പോൾ ഞങ്ങൾ കസിൻസും ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടാവും. അപ്പം ഞാൻ ഇപ്രാവശ്യം കൊച്ചിയിൽ എൻ്റെ ഇത് ശരിയാണെങ്കിൽ ഫോർട്ട് കൊച്ചിയിൽ ബീച്ചിൻ്റെ അവിടെ നമുക്ക് ഇപ്രാവശ്യം പപ്പാനീനെ കത്തിക്കണില്ല. നമുക്ക് ഇപ്രാവശ്യം വെളിയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് എല്ലാവരും കൂടെ. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ എന്നെക്കൊണ്ട് എടുക്കാൻ പറ്റുന്ന, ഇതിപ്പോൾ ആദ്യമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആദ്യത്തുള്ള ഒരു ന്യൂ ഇയർ ആണ്. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എല്ലാം ഓൺ ദ വേ കാണാം. ബൈ. കിഡ്സ് ഫ്രീക്കനായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി റെഡി ആയിട്ട് എവിടെ പോണേണ്? നീ എവിടെ പോണേ ഫർസാന? സച്ചു എവിടെ പോണേ? നിന്റെ സ്പെക്സ് എവിടെ? എല്ലാരും റെഡിയായി വന്നേക്കണേണ്. ഫൈസ എവിടെ പോണേണ്? പിള്ളേരൊക്കെ ഗൈസ് ഇവിടെ നല്ല തിരക്കാണ്. അതുകൊണ്ട് നമ്മൾക്ക് നടന്നാലേ നമ്മൾ വലിയ ഗ്രൗണ്ടിൽ എത്തുള്ളൂ. സേ ഹായ് ഫർസാന. ഹായ് പറയും. അനു ഹായ് പറയും. അപ്പം ഞാനതിൻ്റെ ഉള്ളിലെത്തിയിട്ട് കാണിച്ചതാണ്. ഗൈസ് ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതാണ് വലിയ ഗ്രൗണ്ടിലെ പപ്പായ. ആളുകളുടെ തിരക്ക്. അതെ, ഇവിടെ ഓരോ പ്രാവശ്യം ഓരോ കളറായിരിക്കും പപ്പായ. അതെ, ലാസ്റ്റ് റെഡ് ലൈറ്റ് ആയിരുന്നല്ലേ, ബ്ലൂ ലൈറ്റ് പച്ചയായിരുന്നു. ശരിക്കും എപ്പോഴും നമ്മൾ ഈ ട്രീൻ്റെ അവിടെ നിന്നിട്ടുള്ള DJ ഒക്കെ ഉണ്ടായിട്ട് തുള്ളുക. പക്ഷെ ഇപ്രാവശ്യം ഇവിടെ ഫുള്ള് തിരക്കാണ്, അടുക്കാൻ പറ്റുന്നില്ല ട്രീയുടെ അങ്ങടുക്ക്. അപ്പോൾ അറിയില്ല, എനിക്കാണെങ്കിൽ തുള്ളാൻ മുട്ടണ് പാട്ടുണ്ട്. ഞാൻ ഇടയിലേക്ക് കുത്തി കയറാൻ പോണേണ്. ഇവിടെ നല്ല തിരക്കാണ്. പക്ഷേ തളരില്ല ഞാൻ. നീ തളരുമോ ഫർസാന? നീ തളരുമോ? നീ തളരാൻ നോക്കാം.
വീഡിയോ എടുത്തുകൊണ്ടിരിക്കാൻ നേരത്ത് പെട്ടെന്ന് സ്റ്റോറേജ് ഫുള്ളായി. അപ്പോൾ എനിക്ക് എന്താ പറയുക, ഒരു 12 മണി ന്യൂ ഇയറിൻ്റെ സീൻസ് എടുക്കാനേ പറ്റിയില്ല. പക്ഷേ ഇറ്റ്സ് ഫൈൻ, ഞാൻ എൻജോയ് ചെയ്തു പേഴ്സണലി. പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെന്താ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, അല്ലാതെ ഡിജിയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്, ചെറിയ ചെറിയ ബിറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. എന്താ പറയുക, അടിപൊളി വർഷമാവട്ടെ എല്ലാവർക്കും. ഇൻഷാല്ല എനിക്കും അടിപൊളിയാവട്ടെ. എൻ്റെ മനസ്സ് പറയണേ 2025 അടിപൊളിയായിരിക്കും എന്ന്, ഇൻഷാല്ല. അപ്പം 2024 എങ്ങനെ കടന്നു പോയെന്ന് വെച്ചാൽ, കുറേ സന്തോഷം ഉണ്ടായിരുന്നു, കുറേ സങ്കടങ്ങളുണ്ടായിരുന്നു, കുറേ ഒറ്റപ്പെടലുകളുണ്ടായിരുന്നു, കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ അടിപൊളിയായിരുന്നു. അപ്പം 2025ഉം ഇൻഷാല്ല ഇതിലും അടിപൊളിയാവട്ടെ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഡു ലൈക്ക് ഷെയർ. പിന്നെ എല്ലാവരും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കേടാ, ബൈ.